മിസ്സേ, ഈ ഫോറിയറിലെ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ഭയങ്കര ഹാർഡാണ്. അത് സോൾവ് ചെയ്യണമെങ്കിലും ഈസി മെത്തേഡ് ഉണ്ട്. സിമ്പിൾ അല്ലേ? കാണിച്ചു ഫോറിയറിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഇന്റഗ്രേഷൻ ബൈ പാർട്സ്. അപ്പോൾ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് നമ്മൾ ഇക്വേഷൻ വെച്ച് ചെയ്യുമ്പോൾ എപ്പോഴും മിസ്റ്റേക്ക് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിന് സിമ്പിൾ മെത്തേഡ് ഉണ്ട്. അതായത് എക്സ് സ്ക്വയർ സൈൻ എൻ എക്സ് ഡി എക്സ് എന്നുള്ളൊരു ക്വസ്റ്റൻ എടുക്കാം. നമുക്ക് ഒരു യു വേണം വി വേണം എന്നറിയാം. ഇന്റഗ്രേഷൻ ബൈ പാർട്സ് എന്ന് രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ യു ആയിട്ട് ആരെ ചൂസ് ചെയ്യും, വി ആയിട്ട് ആരെ ചൂസ് ചെയ്യും എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് സീറോ ആക്കാൻ പറ്റുന്ന ടേംസിനെയാണ് നമ്മൾ യു ആയിട്ട് എടുക്കുക. അപ്പൊ ഇത് രണ്ടിലും ഡിഫറൻഷിയേറ്റ് ചെയ്ത് സീറോ ആക്കാൻ പറ്റുന്ന ഒരാളേ ഉള്ളൂ എക്സ് സ്ക്വയർ. അപ്പൊ എക്സ് സ്ക്വയറിന് എന്തായിട്ട് എടുത്തു? യു ആയിട്ട് എടുത്തു. അപ്പൊ ബാക്കിയുള്ളത് ആരാണ്? സൈൻ എൻ എക്സ്. അതിനെ നമ്മൾ വി ആയിട്ട് എടുത്തു. ഇത് സൈൻ എൻ എക്സ്. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. എക്സ് സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2x, 2xനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2, 2നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0. ഓക്കെ, ഇനി നമുക്ക് സൈൻ എൻ എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. സൈൻ എൻ എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക? മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ. കോസിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക? മൈനസ് സൈൻ എൻ എക്സ് ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ. ഇതിനൊന്നും കൂടെ ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ എന്ത് വരും? പ്ലസ് കോസ് എൻ എക്സ് ബൈ എൻ ക്യൂബ്. ഇനി ഇത് സിമ്പിൾ ആയിട്ട് പ്ലസ് മൈനസ് പ്ലസ് ഓൾട്ടർനേറ്റീവ് ആയിട്ട് പ്ലസ് ഓർ മൈനസ് ഇട്ട് കൊടുക്കാം. ഡയഗണലായിട്ട് നേരിട്ടല്ല, തൊട്ട് താഴത്തെ എലമെന്റ്സിനുള്ള ലൈൻ വരയ്ക്കാം. കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലൈൻ വരയ്ക്കുന്നത്. എന്നിട്ട് ഈ ത്രൂ ഔട്ട് ആയിട്ട് ഈ ലൈനിൽ പോകുന്ന ആൾക്കാരെ മൾട്ടിപ്ലൈ ചെയ്തിടാം. അപ്പൊ എന്ത് വരും? മൈനസ് എക്സ് സ്ക്വയർ കോസ് എൻ എക്സ് ബൈ എൻ. ഈ മൈനസും ഈ മൈനസും കൂടെ പ്ലസ് ആവും. പ്ലസ് 2x സൈൻ എൻ എക്സ് ബൈ എൻ സ്ക്വയർ പ്ലസ് 2 കോസ് എൻ എക്സ് ബൈ എൻ ക്യൂബ്. ഇത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇന്റഗ്രേഷന്റെ ഇക്വേഷൻ വെക്കുമ്പോൾ യു ഇന്റഗ്രൽ വി മൈനസ് ഇന്റഗ്രൽ യു ഡാഷ് ഇന്റഗ്രൽ വി ഡി വി എന്നുള്ള മെത്തേഡൊക്കെ വെച്ച് പോകണം. ഇതൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ ആക്കും. ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ ആണോ? ഓ, ഈ പ്രോബ്ലം ഇത്ര ഈസി ആയിട്ട് സോൾവ് ചെയ്യാറുണ്ടല്ലോ. ഇതേപോലെ ഈസി ആയിട്ട് ബിടെക് പഠിക്കാൻ ജോയിൻ എപ്സിലോൺ.